ഒരു സുപ്രധാന വാർത്ത തന്നെയാണ് ഇന്നത്തെ പോയിന്റായി അവതരിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളുടെ ഇന്ത്യൻ അതിർത്തികൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പാകിസ്ഥാനും ചൈനയുമൊക്കെ ആണ്. അവിടെയാണ് സേനാവിന്യാസങ്ങളും മറ്റും നടത്തുന്നത് മാധ്യമങ്ങളുടെ വാർത്തയായി നാം അറിയാറുള്ളത്. പക്ഷെ ഇപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ബംഗ്ലാദേശിന്റെ അതിർത്തിയിലാണ് നമ്മുടെ സൈന്യവും സർക്കാരുമൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. ഇപ്പോൾ അവിടെ നടക്കുന്ന ചില വലിയ വാർത്തകളെക്കുറിച്ചാണ് ഇന്നത്തെ പോയിന്റും. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറെ നിർണായകമായ ഒരു പ്രദേശമുണ്ട് ഈ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത്. സിലിഗുരി എന്ന് പറയുന്ന ഇടനാഴി, ചിക്കൻ നെക്ക് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്തിന്റെ സുരക്ഷിതത്വത്തിനാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത്. അതിനൊരു കാരണമുണ്ട്. മുൻപ് അത്തരത്തിൽ വലിയ പ്രാധാന്യം ഇന്ത്യ നൽകിയിരുന്നില്ല എങ്കിൽ ഇപ്പോഴതിന് ഏറെ പ്രാധാന്യം നൽകുന്നതിന്റെ കാര്യം ഈ മേഖലയിൽ വളർന്നു വരുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന കൂട്ടുകെട്ട്, ഒപ്പം തന്നെ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യം, ഇതെല്ലാം ഇതിനൊരു കാരണമായിട്ട് തീർന്നിരിക്കുന്നു. ഏത് നിമിഷവും ഒരു സംഘർഷം, ഇല്ലെങ്കിൽ ഒരു നുഴഞ്ഞുകയറ്റം, ഇല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള ഒരു ഭീകരവാദ പ്രവർത്തനം ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം വിവിധ മാധ്യമങ്ങളും വിവിധ ഇന്റലിജൻസുകളും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ നൽകിയിരുന്നതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇപ്പോൾ ഇന്ത്യയുടെ വടക്കിഴക്കൻ മേഖല, പ്രത്യേകിച്ച് ചിക്കൻ നെക്ക് വളഞ്ഞുകൊണ്ട് ഇന്ത്യ വലിയ സൈനിക വിന്യാസം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. ചിക്കൻ നെക്കിന് സമീപമുള്ള ആസാം ദുബ്രിയിലെ ഫ്യോർഫുഗൻ സൈനിക താവളം സ്ഥാപിച്ചിരിക്കുന്നു. കിഷൻഗഞ്ച്, ബീഹാറിന്റെ അതിർത്തി പ്രദേശത്ത് ഒരു സൈനിക താവളം സ്ഥാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ചോപ്ര, പശ്ചിമ ബംഗാളിലുള്ള ചോപ്രയിലും ഒരു ഫോർവേഡ് ബേസ് ക്യാമ്പ് ഇന്ത്യ തുറന്നിരിക്കുന്നു. ഇത് കൂടാതെ തന്നെ പാരാ കമാൻഡോകളെ ഇവിടങ്ങളിലൊക്കെ അധികമായി വിന്യസിച്ച് തുടങ്ങിയിട്ടുണ്ട്. വലിയ സൈനിക വിന്യാസം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഈ ദുബ്രി ഫോർവേഡ് ആൻഡ് മിലിറ്ററി സ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ വളരെ അടുത്ത്, ബംഗ്ലാദേശുമായി വളരെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ഒരു മിലിറ്ററി ക്യാമ്പ് കൂടിയാണ്. അതുപോലെ തന്നെ ഈ കിഷൻഗഞ്ച് ചോപ്ര എന്നുള്ളത് അവിടെ ദ്രുത ഗതിയിൽ സൈന്യത്തിന് പെട്ടെന്ന് വിന്യസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റുകളാണ് നടക്കുന്നത്. ഇത് പ്രധാനമായി പറയുന്നത് ഈ ബംഗ്ലാദേശിന്റെ വടക്കൻ അതിർത്തികളില് ലാൽ മോനിഹർ എന്ന് പറയുന്ന ഒരു വിമാനത്താവളമുണ്ട് ബംഗ്ലാദേശിന്. ആ വിമാനത്താവളം ഉൾപ്പെടെ ചൈന അവിടത്തേക്ക് കടന്നു കയറാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് ബംഗ്ലാദേശ് ചൈനയ്ക്കായിട്ട് വിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്ന ഒരു പ്രദേശമാണ്. അവിടെ ചൈന പിടിമുറുക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ചിക്കൻ നെക്ക് സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. കാരണം ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശം വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലേക്കുള്ള നമ്മുടെ ഒരു ലോജിസ്റ്റിക് പാതയാണ്. അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വടക്കിഴക്ക് സംസ്ഥാനത്തേക്കുള്ള നമ്മുടെ കരമാർഗമുള്ള പാത അടയുക തന്നെ ചെയ്യും. അപ്പോൾ അത് സംരക്ഷിക്കപ്പെടുക, ഒപ്പം തന്നെ ബംഗ്ലാദേശിന്റെ നീക്കങ്ങൾ തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം ഇപ്പോൾ വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തായാലും അതിനുശേഷവുമൊക്കെ ഇന്ത്യൻ സേനകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന മേഖലയാണ് ഈ ബംഗ്ലാദേശിന്റെ അതിർത്തി. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഷേഖ് ഹസീന പോയതിനു ശേഷം രാഷ്ട്രീയ കാലാവസ്ഥ മാത്രമല്ല ബംഗ്ലാദേശിൽ മാറിയത്, പകരം അവിടുത്തെ പൊളിറ്റിക്കൽ, സൈനിക, മതപരമായ ഘടകങ്ങളെല്ലാം ഇന്ത്യക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യ ഒരു ദ്രുതഗതിയിലുള്ള സൈനിക വിന്യാസം നടത്തുന്നത്. അതായത് ചിക്കൻ നെക്കിനെ വളഞ്ഞ് ബംഗ്ലാദേശിന് മുന്നറിയിപ്പുമായി ഇന്ത്യ നടത്തുന്ന ഒരു വലിയ നീക്കം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയേണ്ടി വരും. ഒരു വലിയ വാർത്ത തന്നെയാണിത്. കാരണം നമ്മൾ ഒരേ സമയം തന്നെ പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിലും ഒപ്പം ഈ ഇന്ത്യയുടെ ഈ ബംഗ്ലാദേശുമായി ചേർന്ന് നടക്കുന്ന ബോർഡറിൽ ഒരു വലിയ സൈനിക വിന്യാസം നടത്തുമ്പോൾ അതിന്റെ പിന്നിൽ എന്ന് അനവധി ചോദ്യങ്ങൾ ഉയരാനുള്ള സാധ്യതകളുണ്ട്. കാരണം പാകിസ്ഥാനുമായി ഒരു സംഘർഷം ഉണ്ടായാലോ, ഇനി ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് സംഘർഷം ഉണ്ടായാലോ, ഏതായാലും ഇത്തവണ ഇന്ത്യക്ക് ശത്രുക്കൾ, ഇല്ലെങ്കിൽ ഇന്ത്യക്ക് വാർ ഫ്രണ്ട് ഒന്നായിരിക്കില്ല, രണ്ടായിരിക്കാം. കാരണം ഒരു ഭാഗത്ത് ഉറപ്പായും പാകിസ്ഥാൻ ഉണ്ടാകും, മറുഭാഗത്ത് ബംഗ്ലാദേശ് ഉണ്ടാകും. ബംഗ്ലാദേശ് സൈന്യത്തിനെ കൊണ്ട് ഇന്ത്യൻ അതിർത്തികളിൽ അരോത്സം ഉണ്ടാക്കുവാനോ, ഇല്ലെങ്കിൽ അവിടെ നിന്ന് തീവ്രവാദികളെ കടത്തിവിടുവാനോ, നുഴഞ്ഞുകയറ്റക്കാരെയോ ഇല്ലെങ്കിൽ അങ്ങനെ അത്തരക്കാരെ കടത്തിവിടുവാനുള്ള സാധ്യത കൂടുതലുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ രാജ്യവ്യാപകമായി SIR നടപ്പാക്കുന്നുണ്ട്. SIR നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അനവധി പേരാണ് ബംഗ്ലാദേശിൽ നിന്ന് മറ്റും ഇന്ത്യയിൽ തമ്പടിച്ചിരുന്ന, കുടിയേറിയിരുന്ന അനവധി പേരാണ് രാമായണം ഇവിടുന്ന് പലായനം ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. മുൻപ് വളരെ അപൂർവമായി അതിർത്തികളിലൂടെ കടന്നു പോകുന്നവരാണ് എങ്കിൽ ഇപ്പോൾ പല വഴികളിലൂടെ ബംഗ്ലാദേശിൽ എത്താനായി പരക്കം പായുന്ന ബംഗ്ലാദേശികളാണ് കാണാൻ കഴിയുന്നത്. ഇതും ഒരു സംഘർഷത്തിന് കാരണമായേക്കാം എന്ന് ഇന്ത്യ കരുതുന്നു. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട 3 വലിയ സൈനിക ക്യാമ്പുകൾ തുറന്നുകൊണ്ട്, സൈനിക സ്റ്റേഷനുകൾ തുറന്നുകൊണ്ട് വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം പാരാ കമാൻഡോകളെ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് ഇന്ത്യ നടത്തുന്നത്. ഇത് തന്നെയാണ് ന്യൂസിന്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.